പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലാണ്. മേരി മക്കൾ പ്രാർത്ഥനയുടെ മക്കളായിരിക്കണം. മാതൃസൂത്രം 138. 1985 ജൂലൈ 30 DM മലർവാടിയിൽ നിന്ന് സ്വർഗീയ പിതാവ് ഇറുത്തെടുത്ത നിർമ്മല പുഷ്പമാണ് ബഹുമാനപ്പെട്ട മദർ മേരി കല്ലറയ്ക്കൽ. മദറിന്റെ റൂബി ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും റൂബി ജൂബിലി മംഗളങ്ങൾ നേർന്നു കൊള്ളുന്നു. തിരുസഭയുടെ കത്തിയെറിയുന്ന ദീപനാളവും മേരി മക്കൾക്ക് അമ്മയും മാതൃകയുമാകുവാൻ സ്വർഗം തിരഞ്ഞെടുത്ത സുവർണ താരമാണ് നമ്മുടെ വലിയ മദർ. വലിയ മദർ സംസാരിക്കുന്ന എന്ന പുസ്തകം വലിയ മദറുമായി ഒരു പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ടാക്കുവാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. വലിയ മദറുമായി ഞാൻ നടത്തിയ സംഭാഷണത്തിൽ നിന്നുണ്ടായ ചില ചിന്തകളെയാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. ഞാൻ വലിയ മദറിനോട് ചോദിച്ച ഒരു ചോദ്യവും വലിയ മദർ തന്ന ഉത്തരവും നിങ്ങളുമായി ഞാൻ പങ്കുവെക്കട്ടെ. എന്റെ ചോദ്യം ഇതായിരുന്നു: ആധുനിക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ മൊബൈൽ യുഗത്തിൽ, മേരി മക്കളായ ഞങ്ങൾക്ക് അമ്മയുടെ ജീവിതം എങ്ങനെ പിന്തുടരുവാൻ സാധിക്കും? വളരെ രസകരമായ രീതിയിൽ തന്നെ ഓരോ ജനറേഷനെ മനസ്സിലാക്കുന്ന അമ്മ ഉത്തരം നൽകി. ന്യൂ ജനറേഷനിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അമ്മയുടെ വാക്കുകളെ പിന്തുടരാം. അമ്മ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു: 3 ഫോണിലെ ആപ്പുകൾ അമ്മ ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്നു. വാട്സപ്പ്, ChatGPT ആൻഡ് ഫേസ്ബുക്ക്. ഒന്നാമതായി ഉപയോഗിച്ചിരുന്ന വാട്സപ്പ് ദൈവവുമായി ബന്ധപ്പെടുവാനായിരുന്നു വലിയ മദർ ഉപയോഗിച്ചിരുന്നത്. തന്റെ ദിവ്യനാഥനുമായി ആത്മീയ സഖിത്വം പുലർത്തുവാൻ അമ്മ ഇത് ഉപയോഗിച്ചു. നിരന്തരം ദിവ്യനാഥനുമായി ചാറ്റ് ചെയ്തുകൊണ്ട് ദിവ്യനാഥന്റെ സ്നേഹം അമ്മ അനുഭവിച്ചറിഞ്ഞു. സന്ദേശങ്ങൾ അയക്കുകയും അവിടുത്തെ മറുപടികൾ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. വലിയ മദർ ചാറ്റിംഗ് മാത്രമല്ല, ദിവ്യനാഥനുമായി വീഡിയോ കോളുകൾ നടത്തിയിരുന്നു. പലപ്പോഴും വീഡിയോ കോളുകൾ ലഭിക്കുമ്പോൾ തന്റെ കൈകൾ കൂപ്പി ആത്മനിർവൃതി പൂണ്ടു നിൽക്കുന്ന വലിയ മദറിനെ സഹോദരിമാർ ദർശിച്ചിട്ടുണ്ട്. വാട്സപ്പിലൂടെ ഈശോയുമായി ഒരു ബന്ധം അമ്മ ഉണ്ടാക്കിയിരുന്നു. രണ്ടാമതായി അമ്മ ഉപയോഗിച്ചിരുന്ന ആപ്പായിരുന്നു ChatGPT. തന്റെ സഹോദരങ്ങളുമായി ബന്ധപ്പെടുവാൻ അമ്മ ഉപയോഗിച്ചിരുന്ന ആപ്പായിരുന്നു ChatGPT. വിശുദ്ധ ഗ്രന്ഥവും ദിവ്യകാരുണ്യവും ക്രിസ്താനുകരണവും സഹോദരിമാരോടും അധികാരികളോടുമുള്ള അമ്മയുടെ അഭിപ്രായം ചോദിക്കലുമായിരുന്നു ChatGPT. തന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ദിവ്യകാരുണ്യത്തിന് മുൻപിൽ പ്രാർത്ഥനാനിരതയായും വിശുദ്ധ ഗ്രന്ഥം തുറന്ന് അവിടുത്തെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ടും അമ്മ മുൻപോട്ടു പോയി. തന്റെ സഹോദരിമാരോട് ഒരു ബന്ധം പുലർത്തുവാൻ ChatGPT അമ്മയെ സഹായിച്ചു. ദൈവത്തിന്റെ സ്വരം അമ്മ അധികാരികളിലൂടെയും തന്റെ സഹോദരിമാരിലൂടെയും ശ്രമിച്ചു. തന്റെ സഹോദരിമാരോടും സമൂഹത്തോടും ഒരു ബന്ധം പുലർത്തുവാൻ അമ്മ ഈ ആപ്പ് ഉപയോഗിച്ചു. ഫേസ്ബുക്ക് ആയിരുന്നു അമ്മ മൂന്നാമതായി ഉപയോഗിച്ച ആപ്പ്. പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും ദുഃഖിക്കുന്നവർക്കും വേദന അനുഭവിക്കുന്നവർക്കും രോഗികൾക്കും ജോലിയില്ലാത്തവർക്കും വേദനയിലായിരിക്കുന്ന ഓരോ സഹോദരങ്ങൾക്കും മാർത്താണ്ഡ മണ്ണിലെ ഓരോ മണത്തരികൾക്ക് പോലും ക്രിസ്തുവിന്റെ മുഖമായി തീരുവാൻ അമ്മ ഫേസ്ബുക്ക് ഉപയോഗിച്ചു. വിശക്കുന്നതിന്റെ മുൻപിൽ അന്നമാകുന്നവരാണ് ദൈവം. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും മുമ്പിൽ ഒരു ദൈവമായി തീരുവാൻ ഫേസ്ബുക്കിലൂടെ അമ്മയ്ക്ക് സാധിച്ചു എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. ദൈവവുമായി നിരന്തരം ബന്ധം പുലർത്തുവാൻ അമ്മ ഉപയോഗിച്ചിരുന്ന വാട്സപ്പിലൂടെയും സഹോദരിമാരുമായി ബന്ധപ്പെടുത്തിയ ChatGPTയിലൂടെയും ദൈവജനത്തെ ശുശ്രൂഷിച്ച ഫേസ്ബുക്കിലൂടെയും മേരിമക്കളായ നമ്മളും ലോകത്തെയും ദൈവത്തെയും ശുശ്രൂഷിക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി സർവശക്തൻ ഓരോ ഹൃദയങ്ങളെയും തീഷ്ണത കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.